നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ലോകത്തിന് മുഴുവൻ സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ സുപ്രീം കോടതിയാണ് ഈ ഒരു സന്തോഷ വാർത്ത പുറത്തിറക്കിയിരിക്കുന്നത്. ട്രംപിന് കിട്ടിയത് വമ്പൻ തിരിച്ചടി. നികുതികൾ ചുമത്തുന്നതിൽ പ്രസിഡന്റ് തൻ്റെ അധികാര പരിധി ലംഘിച്ചുവെന്നാണ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവ നയങ്ങൾ US സുപ്രീം കോടതി റദ്ദാക്കി. ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള വ്യാപാര നികുതികൾ നിയമവിരുദ്ധമാണെന്ന US സുപ്രീം കോടതിയാണ് വിധിച്ചത്. നികുതികൾ ചുമത്തുന്നതിൽ പ്രസിഡന്റ് തൻ്റെ അധികാര പരിധി ലംഘിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എഴുതിയ ഭൂരിപക്ഷ വിധിയിൽ 6-3 എന്ന വോട്ടിൽ നികുതികൾ നിയമവിരുദ്ധമാണെന്ന് കോടതി ഉത്തരവിട്ടത്. ഈ വിധി പുറത്തു വന്നതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ശരിക്കും പകച്ചു നിൽക്കുകയാണ് ട്രംപ്. കാരണം ഈ സുപ്രീം കോടതി വിധിക്കെതിരായി ഇനി ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഇനി ഒരു നടപടി ട്രംപിന് എടുക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് കുറച്ച് ദിവസം മുമ്പ് വരെ ട്രംപ് സുപ്രീം കോടതിയെ വരെ വെല്ലുവിളിച്ചിരുന്നു. അതായത് ഈ തീരുവ നയത്തിനെതിരെ ഏതെങ്കിലും വിധി വരികയാണെങ്കിൽ അത് ആകെ പ്രശ്നം വഷളാകും എന്ന രീതിയിലാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അതായത് പ്രശ്നം കൂടുതൽ വഷളാകും എന്ന രീതിയിൽ, അതായത് ഒരു വേള കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു ട്രംപ് ഇതിനോടകം പ്രതികരിച്ചിരുന്നത്. ട്രംപ് നല്ലൊരു കച്ചവടക്കാരനാണ്. അതുകൊണ്ട് തന്നെ അതിലുപരി ഒരു ഗുണ്ടായിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ തനി ലോക്കൽ ഗുണ്ടയുടെ മനസ്സും ഹൃദയവുമാണ് ട്രംപിനെന്നാണ് ട്രംപ് തൻ്റെ പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ട്രംപ് ഒന്നുകിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന പോലെ, അതായത് ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ അമേരിക്കൻ നിലപാടുകൾ അനുസരിക്കുന്ന, അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അമേരിക്ക ട്രംപ് എന്തു പറഞ്ഞാലും ഏറാൻ മൂളി നിൽക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സർക്കാർ അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്താനോ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ആയുധമാണ് ഈ തീരുവ എന്ന് പറഞ്ഞത്. ആ രാജ്യത്തിനെതിരെ അതിശക്തമായ തീരുവകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ട്രംപിന് അനുകൂലമായി നിലപാടെടുക്കുന്ന രീതിയിൽ ആ രാജ്യങ്ങളെ മാറ്റി എടുക്കാൻ വേണ്ടിയാണ് ട്രംപ് ഈ തീരുവ എന്ന ആയുധം ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യവിരുദ്ധമാണെന്നും രാജ്യാന്തര വിരുദ്ധമാണെന്നൊക്കെ മുൻപ് തന്നെ പല ചർച്ചകളിലും പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് അനുദിനം, അത് നമുക്ക് ഇന്ത്യയുടെ കാര്യം അറിയാലോ, ആദ്യം 25% തീരുവയാക്കി, എന്നിട്ട് അത് എന്ത് ചെയ്തു, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ. എന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ഇന്ത്യ മാത്രമല്ല ചൈനയും വാങ്ങുന്നുണ്ട് വൻതോതിൽ എണ്ണ. അതിലുപരി യൂറോപ്യൻ യൂണിയൻ ഉള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം റഷ്യയിൽ നിന്നും വാതകങ്ങളും മറ്റും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ അമേരിക്കയും വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്ന് പലതും. പക്ഷേ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു, ആ പണം ഉപയോഗിച്ച് പുടിൻ യുദ്ധം ചെയ്യുന്നു എന്ന കാരണത്താൽ ഇന്ത്യക്ക് വീണ്ടും 25% അധിക തീരുവ കൂടി ചുമത്തി. ഒരുപക്ഷെ ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഇന്ത്യ ശുപാർശ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അതായത് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം താനാണ് നിർത്തിയത് എന്ന് ട്രംപ് ഷഹബാസ് ഷെരീഫിനെ കൊണ്ട്, പാകിസ്ഥാൻ പ്രസിഡന്റിനെ കൊണ്ടും സൈനിക മേധാവിയെ കൊണ്ടും ലോകത്തോട് പറയിപ്പിച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ ട്രംപിനെ അനുകൂലിക്കുകയല്ല, അങ്ങനെ ഒരു മൂന്നാം ശക്തി ഇടപെട്ടിട്ടില്ല യുദ്ധം നിർത്താൻ എന്ന രീതിയിൽ. അതുകൊണ്ട് ട്രംപിന് നോബൽ കിട്ടണം എന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോഴും ഇന്ത്യ അതിനെ അനുകൂലിച്ചില്ല, ഒരുപക്ഷെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം ട്രംപ് യുദ്ധം നിർത്തിയിട്ടില്ല. നോബൽ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നിർത്തിയത് ട്രംപ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിദ്വേഷമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഒടുവിൽ റഷ്യക്കെതിരെ എണ്ണ വാങ്ങിച്ചു എന്ന ഒരു ആരോപണം ചുമത്തി ഇന്ത്യക്ക് ഇത്രയും തീരുവ ഭീഷണി അടിച്ചു വെച്ചത്. ഏതായാലും ഇപ്പോൾ അത് നിലവിൽ നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുമായി ധാരണയായി. ഇനി വരുന്ന മെയ്യിൽ തന്നെ അത് ഒപ്പിടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നികുതി വീണ്ടും കുറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിലും ട്രംപിൻ്റെ ഈ അധിക തീരുവ ചുമത്തൽ നിയമവിരുദ്ധം എന്ന് തന്നെയാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിന് മുകളിൽ ഇനിയൊരു വിധിയില്ല. അപ്പോൾ എന്തായാലും ട്രംപിൻ്റെ തിരിച്ചടി, ട്രംപിൻ്റെ തീരുവ നയങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കിയത് അത് ലോകത്തിൻ്റെ ആശ്വാസമാണ്. ഇനി തീരുവ വച്ച് ഇതുപോലെ ഇഷ്ടം പോലെ 100%, 500% തീരുവ എന്ന ഒരു വിടുവായത്തൻ ആയുധം ഇനി ട്രംപ് പുറത്തെടുക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.